വീഡിയോയിലൂടെ കൺസോൾട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഞാനിവിടെ 2019, 2020, 2021 സെയിൽസ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഷീറ്റിലത്തെ ഡാറ്റ എല്ലാം കൂടി എനിക്ക് ഒറ്റ ഷീറ്റിലേക്ക് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സം ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഷിഫ്റ്റ് സെലക്ട് ചെയ്തു, C3 എല്ലാത്തിൻ്റെയും C3 ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതായത് ഈ 2019, 2020, 2021 ഒരേ പൊസിഷനിലാണ് ഇത് ഡാറ്റ ഇരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സം വെച്ചിട്ട് എടുക്കാം. ഇനി അല്ല ഇതൊരു പൊസിഷൻ മാറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ റിസൾട്ട് മാറും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ കൺസോൾട്ടേഷനിൽ 50 ആണുള്ളത്. നമ്മൾ പൊസിഷൻ മാറുന്ന സമയത്ത് ആ 40 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലിലേക്ക് അത് കയറി വരില്ല. അപ്പം അതിന് നമ്മൾ കൺസോൾട്ടേഷൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡാറ്റ ടാബിൽ കൺസോൾട്ടേറ്റ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം. അതിൽ ഫംഗ്ഷൻ നമുക്ക് ഏതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സം എടുക്കാം. റെഫറൻസ് ഫസ്റ്റ് 2019 ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു. ആഡ്. നെക്സ്റ്റ് 2020 ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു. ആഡ്. ഇനി 2021 ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഒരു 2 റോ, ടോപ്പ് റോ ആൻഡ് ലെഫ്റ്റ് കോളം, ഇത് രണ്ടും ടിക്ക് ഇടാൻ മറക്കരുത്. അതേപോലെ ഈ ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ എന്നുള്ളതും ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കൺസോൾട്ടേഷനിൽ നമുക്ക് എന്ത് ഇട്ടിട്ടുണ്ട്, കൺസോൾട്ടേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ലിങ്ക് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിലത്തെ ഡാറ്റ 50 ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ 10 ഒരു 100 ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ 1000 ഒരു 100 ആക്കി കൊടുക്കാം. പക്ഷെ ഇവിടെ ഇപ്പോഴും 50 തന്നെയാണ്. അപ്പോൾ ഡാറ്റ എന്താകുന്നില്ല, മാറുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഡാറ്റ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ എന്നുള്ളത് കൊടുക്കുന്നത്. അതായത് ലിങ്ക് കൊടുക്കാൻ വേണ്ടി ആ ഒരു സോഴ്സ് ഡാറ്റയിലേക്കൊരു ലിങ്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 100 കൊടുത്ത് നോക്കാം. ഇവിടെ 140 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സബ് ടോട്ടലിൻ്റെ ഒരു ഫംഗ്ഷനും വന്നിട്ടുണ്ട്. അത് ഓരോന്നിൻ്റെയും നമുക്ക് പ്ലസ് സിമ്പിൾ, പ്ലസ് സൈന് വന്നിട്ടുണ്ട്. അത് ഫസ്റ്റിലത്തത് 2019 ഡാറ്റയാണ്, ഇവിടെ കണ്ടില്ലേ C3, ആൻഡ് അടുത്തത് 2020 ഡാറ്റയാണ്. ഇങ്ങനെ നമുക്ക് കൺസോൾട്ടേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിപ്പോൾ പൊസിഷൻ വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ വർക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ABCDEF ഞാനൊരു വേറെ കളറായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്താണ്, എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരേ ഫോർമാറ്റ്, ഒരേ സോർട്ടിംഗ് രീതിയിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ഈ 2020 A കഴിഞ്ഞിട്ടാണ് F ഉള്ളത്. 2019 അതേ ഫോർമാറ്റ്, അതേ പൊസിഷനിലല്ല ഈ 2020 ഈ പ്രൊഡക്റ്റ് കിടക്കുന്നത്. അതേപോലെ 2021 ഏറ്റവും ലാസ്റ്റിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൺസോൾട്ടേഷനിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസോൾട്ടേറ്റ്, റേഞ്ച് സെലക്ട് ചെയ്യുക, ആഡ്, അടുത്ത സെലക്ട് ചെയ്യുക 2020, ആഡ്, നെക്സ്റ്റ് 2021, ആഡ്. ഈ ടോപ്പ് റോ ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ അതും കൊടുത്ത് ഓക്കെ. ABCDEF
ഇനി നമുക്ക് ഈ എഫ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതാണല്ലോ നമ്മൾ പൊസിഷൻ മാറ്റി കൊടുത്തത്. അപ്പോൾ 2019 42, 2020 79, ഓക്കെ, 2021 15. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ 42 ഉള്ളത് 420 ആക്കിയാൽ കൺസോൾട്ടേഷനിൽ നമുക്കിവിടെ അത് എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ കൺസോൾട്ടേറ്റ് ഫംഗ്ഷനാണ് നമുക്ക് ഇതേപോലെ വേരിയസ് ഷീറ്റുകളിലുള്ള ഡാറ്റ ഒറ്റ ഷീറ്റിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഇത് നമുക്ക് ഇപ്പോൾ ഷീറ്റുകളിൽ നിന്ന് ചെയ്യാവുന്ന ഒരു എക്സലിലത്തെ മറ്റു ഷീറ്റുകളിൽ നിന്ന് ഒരു ഷീറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ വേറെ എക്സലിൽ പുറത്തുള്ള വേറൊരു എക്സലിൽ നിന്നുള്ള ഷീറ്റിലുള്ള ഡാറ്റയും നമുക്ക് ഇതേപോലെ ഈ ഒരു എക്സലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിന് നമ്മളിവിടെ കൺസോൾട്ടേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബ്രൗസിൽ പോയിട്ട് നമ്മൾ ആ എക്സൽ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ.